ഹലോ, നമസ്കാരം. എല്ലാവർക്കും സിനിമ മലയാളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാന്റസി മൂവിയാണ്. അതായത് നമ്മൾ പലരും നാർണിയ എന്ന മൂവി കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു ആൺകുട്ടിയെ ബേസ് ചെയ്തെടുത്ത കഥയാണ് ബിഹൈൻഡ് ദ ബ്ലൂ ഡോർ എന്ന ഈ പടം. ഒറ്റ വാചകത്തിൽ പറഞ്ഞ ലൂക്കാസ് എന്ന നമ്മുടെ ചെക്കൻ ഒരു മാന്ത്രിക കഥ കണ്ടുപിടിക്കുന്നു. അതുവഴി അവൻ വേറൊരു ലോകത്തിലെത്തുന്നതും അതുമൂലം നേരിടുന്ന ആപത്തുകളും അതെങ്ങനെ പരിഹരിക്കുന്നുമെന്നാണ് ഈ പടത്തിന്റെ കഥ. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റുകളുണ്ട്. അത് എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് നേരെ പടത്തിലോട്ട് പോകാം. പടം ആരംഭിക്കുമ്പോൾ ലൂക്കാസ് ടൂർ പോകുന്നതിനായിട്ട് തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാണ്. അവൻ ഭയങ്കര ഹാപ്പിയാണ്. അത് അവന്റെ കണ്ണുകളിൽ നമുക്ക് കാണാം. ടൂർ എന്നാൽ ആർക്കാണ് സന്തോഷമില്ലാതിരിക്കുന്നത്, അല്ലെ? എല്ലാ ദിവസവും എഴുന്നേൽക്കാൻ മടിയുള്ളവര് അന്നത്തെ ദിവസം അലാം അടിക്കാതെ തന്നെ എഴുന്നേൽക്കും. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവൻ റൂമിലേക്ക് പോയി ഉറങ്ങിക്കിടക്കുന്ന അമ്മയെ വിളിച്ചുണർത്തും. ഇവന് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. അമ്മയെ തട്ടി വിളിച്ച് ടൂറ് പോകാന്ന് പറഞ്ഞിട്ട് അമ്മ എന്തെങ്കിലും ഉറങ്ങുന്നത്? എണീക്കെന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഹോ, ഒന്ന് ചുമ്മാ ഇരിക്കട ചക്ക എന്നും പറഞ്ഞ് അമ്മ എഴുന്നേറ്റ് റെഡിയാകും. ഇപ്പോൾ രണ്ടുപേരും സന്തോഷത്തോടെ ടൂറിന് പുറപ്പെടും. അപ്പോൾ വീട് പൂട്ടി ചാവി വീടിന്റെ 1ാം നിലയിലുള്ള ഒരു പ്രായമായ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട്, ശരി ആന്റി, ഞങ്ങൾ പോയിട്ട് വരാം, വീടൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയും. അവർ കാറിൽ ഇരുന്ന് അവരുടെ പ്ലാനുകൾ ചർച്ച ചെയ്യും. സ്കേറ്റിങ്ങിന് പോകണം, പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യണം, ഇങ്ങനെ പലതും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രോസ് റോഡിൽ നിന്ന് ഒരു ട്രാക്ടർ വരും. അമ്മ അത് ശ്രദ്ധിക്കാതെ വേഗത്തിൽ ഡ്രൈവ് ചെയ്യുന്നതിനാൽ കാറ് നിയന്ത്രണം വിട്ട് മറന്നു. ഈ ആക്സിഡന്റിൽ വണ്ടിയുടെ ഗ്ലാസുകളെല്ലാം പൊട്ടിച്ചിതറും. കമിഴ്ന്നു കിടക്കുന്ന ആ കാറിനുള്ളിൽ ലൂക്കാസ് കിടക്കുന്നതും കാണാം. അവന്റെ മുഖത്തെല്ലാം രക്തമുണ്ട്. അവൻ കണ്ണു തുറന്നു നോക്കുന്നു. സൈഡിൽ അവന്റെ അമ്മ കിടക്കുന്നുണ്ട്. അടുത്ത സീനില് ലൂക്കാസ് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് കാണിക്കുന്നത്. സമീപത്ത് വീടിന്റെ ചാവി ഏൽപ്പിച്ചിരുന്ന ആ പ്രായമായ സ്ത്രീയും ഉണ്ട്. ഇപ്പോൾ റൂമിലേക്ക് വന്ന ഡോക്ടർ, ലൂക്കാസ്, നിന്റെ അമ്മയ്ക്ക് ആക്സിഡന്റിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവർ കോമ സ്റ്റേജിലായി. അതിനാൽ അവരെ ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റി. ഇത് കേട്ട ലൂക്കാസ്, എന്റെ അമ്മ എനിക്കൊന്ന് കാണണമെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കും. എന്നാൽ അവനതിന് കഴിയില്ല. കാരണം അവന്റെ കൈയും കാലെല്ലാം ഒടിഞ്ഞ് പരുക്കുകളോട് കൂടി കെട്ടിവെച്ചിരിക്കുന്നു. ഇല്ല മോനെ, ഇപ്പോൾ നീ എഴുന്നേൽക്കാൻ പാടില്ല, എനിക്ക് നല്ല പരുക്കുണ്ട്, കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തേ പറ്റുമെന്ന് ഡോക്ടർ പറയും. ഇപ്പോൾ അവന്റെ എല്ലാ കാര്യങ്ങളും ആ പ്രായമായ സ്ത്രീയാണ് ചെയ്തു കൊടുക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടർ അവനെ ഡിസ്ചാർജും ചെയ്തു. ലൂക്കാസിന് വീട്ടിലേക്ക് പോകുന്നതിനായി ഒരു ടാക്സി വന്നു. എന്നാൽ അവൻ അത് കണ്ടതും ഭയന്നു മാറും. കാരണം അവർക്ക് സംഭവിച്ച ആക്സിഡന്റിന്റെ ഓർമ്മയാണ് അവന്റെ മനസ്സിൽ. മോനെ, ഒന്നും ഭയപ്പെടേണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് ആ സ്ത്രീ അവനെ സമാധാനപ്പെടുത്തി കാറിൽ കയറ്റും. അങ്ങനെ അവൻ ആ സ്ത്രീയുടെ വീട്ടിൽ താമസമാക്കും. ഒരു ദിവസം ആ സ്ത്രീ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ആ വീടിന്റെ അവിടെയെല്ലാം ചുറ്റി നടന്ന് കാണും. അപ്പോൾ അവന്റെ അമ്മയുടെ അഡ്രസ്സിൽ വന്ന ഒരു ലെറ്ററും അവൻ കാണും. അതെടുത്ത് അവൻ ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതിൽ എന്താണെന്നൊന്ന് പറയാമെന്ന് ചോദിക്കും. ഉടനെ ആ സ്ത്രീ ലെറ്റർ നോക്കിയിട്ട്, നിന്റെ അമ്മ ബാങ്കിൽ നിന്ന് ഒരു വലിയ തുക കടമെടുത്തിട്ടുണ്ട്. അത് തിരിച്ചടക്കാൻ അവൾക്ക് പറ്റാത്തതിനാലെ ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നതെന്ന് പറയും. ഇത് ഞാനും എന്റെ അമ്മയും താമസിക്കുന്ന വീട്, ഇതെങ്ങനെ അവർക്ക് എടുക്കാൻ പറ്റും? ഞാനിത് സമ്മതിക്കില്ല എന്ന് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നേരം കോളിംഗ് ബെല്ലടിക്കും. ആരാണെന്ന് അവൻ നോക്കിയപ്പോൾ മറ്റൊരു പ്രായമായ സ്ത്രീ. ഇപ്പോൾ വന്ന സ്ത്രീ ലൂക്കാസിന്റെ സംരക്ഷകയായിരിക്കുന്ന സ്ത്രീയോട്, എന്റെ അനുജത്തി ഇപ്പോൾ അബോധാവസ്ഥയിലായിരിക്കുന്നതിനാൽ ഞാൻ ലൂക്കാസിനെ കൊണ്ടുപോവുകയാണെന്ന് പറയും. അതായത് ഇപ്പോൾ വന്നിരിക്കുന്നത് ലൂക്കാസിന്റെ അമ്മയുടെ സഹോദരിയാണ്. നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല, കാരണം ഇതുവരെ നിങ്ങളെക്കുറിച്ച് എന്റെ അമ്മ പറഞ്ഞിട്ടേ ഇല്ലെന്ന് അവൻ പറയും. ഇന്നേരം ആ സ്ത്രീ കുറച്ച് ഫോട്ടോകൾ അവനെ കാണിക്കും. അത് ലൂക്കാസിന്റെ അമ്മയും ആ സ്ത്രീയും ബാല്യകാലത്തിൽ ഇരിക്കുന്നതാണ്. എന്നാൽ ലാസ്റ്റ് ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയ മാളിക കാണും. ഉടനെ അവൻ, ഇതെന്താ പ്രേതങ്ങളുടെ മാളികയാണോ എന്ന് അവൻ ചോദിക്കും. ഈ മാളികയിലാണ് കുട്ടികളായിരുന്ന ഞാനും നിന്റെ അമ്മയും ഒരു കാലത്ത് താമസിച്ചിരുന്നത്. അവിടേക്കാണ് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. ശരിയെന്നും പറഞ്ഞ് തലയാട്ടി ലൂക്കാസ് അവരുടെ കൂടെ പോകാനിറങ്ങും. പുറത്തു നോക്കുമ്പോൾ വളരെ പഴകി തുരുമ്പ് പിടിച്ചു തുടങ്ങിയ ഒരു ചെറിയ വാൻ. അവൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വണ്ടിയിൽ നിന്ന് പുക വമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ആന്റി അവനെയും കൂട്ടി കാടിന്റെ നടുവിലൂടെ യാത്ര ചെയ്യും. ലൂക്കാസിനാണെങ്കിലോ കാട് കണ്ട് കുറച്ച് പേടിയാകും. ഇവർ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് അവൻ മനസ്സിൽ ചിന്തിക്കും. അങ്ങനെ അവസാനം കാടിന്റെ നടുവിലുള്ള ഈ മാളികയിലെത്തി. ഭയന്ന് വിറച്ച ലൂക്കാസിനെ കൂട്ടിക്കൊണ്ട് ആ സ്ത്രീ ഉള്ളിലേക്ക് പോകും. എന്നാൽ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ ഇത് വെറും സാധാരണ ഒരു വീട് തന്നെയായിട്ട് അവന് തോന്നും. ഹാവൂ, ആശ്വാസമായെന്ന് അവന്റെ മനസ്സിൽ പറയും. ഇപ്പോൾ അവന് ഭക്ഷണം കൊടുത്തതിന് ശേഷം, ശരി, നീ നിന്റെ അമ്മയുടെ റൂമിൽ തന്നെ കിടന്നോളെന്ന് ആന്റി പറയും. അവൻ സന്തോഷത്തോടെ റൂമിലേക്ക് പോകും. റൂം നിറയെ മനോഹരമായ പെയിന്റിങ്സും കലാരൂപങ്ങളുമുണ്ട്. ഇത് കണ്ടതും അവന്റെ അമ്മയുടെ ഓർമ്മ വരും. അതവന് വല്ലാതെ സങ്കടപ്പെടുത്തും. ഉടനെ അവൻ ഫോൺ എടുത്തിട്ട് ഒരിക്കലും ഫോൺ എടുക്കാത്ത അമ്മയെ വിളിക്കും.
അവസാനം അവളുടെ വോയിസ് മെയിലെങ്കിലും കേൾക്കാമല്ലോ എന്ന് വെച്ച് അത് കേൾക്കും. അത് കേട്ടതും അവൻ ഉറങ്ങും. നേരം വെളുത്തപ്പോ അവന് റൂമിന് പുറത്തു വരും. അവിടെ ഡൈനിങ് റൂമിൽ കുറേ വയസ്സായ ആളുകളെ കണ്ട് അവൻ ആശ്ചര്യമാകും. അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവന്റെ ആന്റി വന്ന്, ഇവരെല്ലാം ഇവിടെ വരുന്ന ഗസ്റ്റാണ്, ദിവസം ഇവരിവിടുന്ന ഭക്ഷണം കഴിക്കുന്നത്, അവരൊരിക്കലും ഡിസ്റ്റർബ് ചെയ്യണ്ട, നിന്റെ ആഹാരം കിച്ചണിൽ വെച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ അവന് വിശപ്പില്ലാത്തതിനാൽ ഭക്ഷണം കഴിക്കാതെ ബാൽക്കണിയിൽ പോയി നിൽക്കും. ഈ ബംഗ്ലാവ് ഒരു കടൽ തീരത്താണ്. അവൻ ചുറ്റുപാടെല്ലാം വീക്ഷിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ അവന്റെ ആന്റി വന്ന്, നിന്നെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് എന്ത് ചെയ്യാന്ന് ദേഷ്യത്തോടെ ചോദിക്കും. ശരി ശരി, ഇതാ ഞാൻ പോകുന്നെന്നും പറഞ്ഞ് അവൻ കിച്ചണിലേക്ക് പോകും പോലെ പുറത്തേക്ക് വന്ന് നേരെ റൂട്ടിലിറങ്ങും. ഇപ്പൊ ലൂക്കാസ് കാട്ടിലൂടെ ചുറ്റിക്കറങ്ങുകയാണ്. ശരി, അമ്മയുടെ ശബ്ദമൊന്നും കേൾക്കാന്ന് കരുതി ഫോൺ എടുക്കുമ്പോൾ പെട്ടെന്ന് ആരോ വന്ന് അവനെ ഇടിച്ച ഫോൺ താഴെ വീണു. ഇതാരാണെന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ തടിച്ചുരുണ്ട ഒരു പയ്യൻ താഴെ വീണ് കിടക്കുന്നു. ഈ പയ്യന്റെ കൂടെ മറ്റു 2 കുട്ടികളുണ്ട്. താഴെ വീണ കുട്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മറ്റു 2 കുട്ടികൾ ലൂക്കാനോട്, ഏയ് നീ എന്തിനാ അവനെ തള്ളി വീട്ടി എന്ന് ചോദിച്ച് 3 പേരും ചേർന്ന് ഇവനോട് വഴക്കുണ്ടാക്കും. അപ്പോൾ ലൂക്കാസ്, ഞാൻ നിന്നെ തള്ളിയിട്ടതല്ല, നീ ഓടി വന്ന് എന്നെ ശക്തിയായിട്ട് ഇടിച്ചു, എന്റെ ഫോണ് താഴെ വീണ് പൊട്ടിപ്പോയത് നോക്കുക എന്ന് ദേഷ്യത്തോടെ പറയും. അവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലൂക്കാസിന്റെ ആന്റി അങ്ങോട്ട് വരും. അവരെ കണ്ടയുടനെ, അയ്യോ ഈ ഭയങ്കരയോ, ഓടിക്കോടാന്ന് ഒരുത്തൻ പറഞ്ഞതും 3 പേരും അവിടുന്ന് ഓടി മറയും. ലൂക്കാസ് എന്ത് പറ്റിയെന്ന് ആന്റി ചോദിക്കും. ഇല്ല, ഒന്നുമില്ല എന്നും പറഞ്ഞ് അവൻ ആ ബംഗ്ലാവിലേക്ക് തിരിച്ചു പോകും. ഇപ്പോൾ ആന്റി അവനെ ചെക്ക് ചെയ്യാനായിട്ട് റൂമിലേക്ക് വരും. ലൂക്കാസ് അവിടെ ഇരുന്ന് കരയുകയാണ്. ഇവൻ കരയുന്നതിന് ഞാൻ കാരണമായി എന്നോർത്ത് ആന്റി അവനെ ആശ്വസിപ്പിക്കാൻ അടുത്തേക്ക് ചെല്ലും. എന്നാൽ അവൻ, ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ പോ എന്ന് പറയും. അപ്പോൾ ആന്റി ഒരു ജാക്കറ്റ് എടുത്ത്, നീ ഇതൊന്ന് ഇട്ടു നോക്കിയേ, ഇത് നിന്റെ ഡാഡിയുടെ ആർമി ജാക്കറ്റാ. പക്ഷെ അവൻ തിരിഞ്ഞു നോക്കാതെ കരഞ്ഞുകൊണ്ട് തന്നെ കിടക്കും. എന്തു പറയണമെന്നറിയാതെ ആന്റി എഴുന്നേറ്റ് പോയി ബാൽക്കണിയിൽ നിൽക്കും. കുറച്ചു നേരം കഴിഞ്ഞ് നമ്മുടെ ലൂക്കാസ് ജാക്കറ്റൊക്കെ ധരിച്ച് ബാൽക്കണിയുടെ അടുത്തേക്ക് വരും. ഇതെന്റെ ഡാഡിയുടെ ജാക്കറ്റ് ആണെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ എന്റെ ഡാഡിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ എന്ന് അവൻ ആന്റിയോട് ചോദിക്കും. ശരി, ഞാൻ പറയാം, ആന്റി തുടങ്ങും. നിന്റെ ഡാഡി ആദ്യം ഒരു വേലക്കാരനായിട്ടാണ് ഈ വീട്ടിൽ വന്നത്. എന്നാൽ നിന്റെ അമ്മ അവനോട് വളരെ ക്ലോസ് ആയി സംസാരിച്ച് പിന്നീട് അത് പ്രണയമായി, അത് കല്യാണം വരെ എത്തി. കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി അവൻ അപ്രത്യക്ഷമായി. എന്നാൽ അന്ന് രാത്രി വളരെ അവിചാരിതമായി ഒരു സംഭവം നടന്നു. അന്ന് ഈ കടലിലെ തിരമാലകൾ വളരെ ഉയരത്തിൽ ആഞ്ഞടിച്ചു. അതിലൊരു ബോട്ട് അകപ്പെട്ടു. ആ ബോട്ടിലെ 5 പേരിൽ 4 പേരും മരിച്ചു. എന്നാൽ ഒരാളെ മാത്രം ആരോ രക്ഷിച്ചു. ഇതേ സമയമാണ് നിന്റെ ഡാഡിയെ കാണാതായത്. നിന്റെ കാമുകൻ എത്ര മോശക്കാരനാണ്, കല്യാണം കഴിഞ്ഞാൽ വരുന്ന ഉത്തരവാദിത്വം ഓർത്ത് നിന്നെ അവൻ വഞ്ചിച്ചു. ഇങ്ങനെ ഒരുത്തനെയാണല്ലോ നീ പ്രണയിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിന്റെ അമ്മയെ ഒരുപാട് ശകാരിച്ചിട്ടുണ്ട്. ഇത്ര നാളും ഡാഡിയെ പറ്റി ഒന്നും അറിയാതിരുന്ന ലൂക്കാസിനെ ഈ ആന്റി പറഞ്ഞത് മൂലം ചില വിവരങ്ങൾ കിട്ടി. ഒരു ചെറിയ സന്തോഷത്തോടെ അവൻ ഡാഡിയുടെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ കൈയിടും. അപ്പോൾ ഒരു മടക്ക് കത്തി അവനെ കിട്ടി. ഈ കത്തിയുടെ ബ്ലേഡ് കുറച്ച് പൊട്ടിപ്പോയതാണ്. ഇത് കണ്ടയുടൻ ആന്റി, അയ്യോ ഇതെന്താ കത്തിയോ, നീ അതിങ്ങോട്ട് തന്നേന്ന് പറഞ്ഞ് കൈ നീട്ടും. പേടിക്കേണ്ട, ഇതിന്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ സൂക്ഷിച്ചു കൊള്ളാമെന്നും പറഞ്ഞ് അവൻ അത് കയ്യിൽ വെക്കും. വീണ്ടും അവൻ അമ്മയുടെ ശബ്ദം കേൾക്കാനായി ഫോൺ കയ്യിലെടുക്കും. പെട്ടെന്ന് അവന്റെ തലയുടെ പിന്നിൽ ആരോ കല്ലെറിയും. ഏയ് ആരത് എന്ന് ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 3 കുട്ടികളാണ്. എന്തിനാടാ ചുമ്മാ പ്രശ്നത്തിന് വരുന്നത്, ഞാൻ കുറച്ച് ദിവസങ്ങളെ ഈ സ്ഥലത്തുള്ളൂ, ഉടനെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും, എന്തിനാണ് നമുക്കിടയിൽ വഴക്കും ബഹളവും? ഓ, നീ ഇവിടെ നിന്ന് പോകുവാണോ, നീ നിന്റെ ആന്റി ഒന്ന് നോക്കിയേ. ലൂക്കാസ് നോക്കുമ്പോൾ തന്റെ വീട് ബാങ്ക് ജപ്തി ചെയ്യുന്നതിനാൽ അവന്റെ വീട്ടു സാധനങ്ങൾ ഈ ബംഗ്ലാവിലേക്ക് ഒരു വണ്ടിയിൽ നിന്നും ആന്റി ഇറക്കി വെപ്പിക്കുകയാണ്. ഭയങ്കര ദേഷ്യത്തോടെ അവൻ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്, എന്റെ അമ്മയാണെങ്കിൽ വീട് മാറാൻ സമ്മതിക്കാതെ അവിടെ തന്നെ താമസിക്കാനെന്ന് പറഞ്ഞ് തിരിച്ച് വേഗത്തിൽ അവന്റെ റൂമിലേക്ക് വരും. ആന്റിയും അവന്റെ പുറകെ ഓടി വരും. അതിനിടയിൽ അവൻ റൂം കുറ്റിയിടും. കതക് തുറക്കും മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആന്റി കതകിൽ തട്ടിക്കൊണ്ടേയിരിക്കും. വേണ്ട, നിങ്ങൾ പോയിക്കോ, എനിക്ക് നിങ്ങളോട് വെറുപ്പാണ്. എന്നാൽ ആന്റി ഡോറിൽ തട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ അവന് ദേഷ്യം വന്ന് അവൻ ഉള്ളിൽ നിന്നും തന്റെ വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് കതകിൽ തട്ടാൻ തുടങ്ങി. കുറച്ചു സമയം അവൻ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കതകിന്റെ ശബ്ദം മാറി ഏതോ ഇരുമ്പിലടിക്കുന്ന പോലെ ശബ്ദം കേൾക്കും. എന്തായത് ഇരുമ്പ് ശബ്ദം? ആശ്ചര്യത്തോടെ അവൻ കൈകൊണ്ട് വീണ്ടും വീണ്ടും തട്ടുമ്പോൾ ഒരു നീല വെളിച്ചം പുറപ്പെടുവിച്ച് ആ ഡോർ തുറക്കും. ഇപ്പോൾ അവൻ ഒരു മായാ ലോകമാണ് കാണുന്നത്. അതിൽ മിന്നിത്തിളങ്ങി പാറി പറക്കുന്ന ധൂമപടലങ്ങളും വർണ്ണപ്പകിട്ടർന്ന ചെടികളെല്ലാം ഉണ്ട്. ഇപ്പോൾ നെറ്റിൽ പൂവുള്ള നല്ല വർണ്ണ ചെറുകുള്ള പക്ഷി ഒന്ന് അവന്റെ അടുത്തേക്ക് പറന്നു വരും. എന്നാൽ ലൂക്കാസ് പേടിച്ചു പോയി ഓടി വന്ന് കതക് അടച്ചു കിടക്കും. ഇപ്പോൾ അവൻ മടക്കു കത്തി നിവർത്തി വെക്കും. അവൻ പേടിച്ച് ആ കതക് നോക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ വെളിച്ചം കുറഞ്ഞ് പിന്നീട് കെട്ടുപോകും. ശരി, അതെന്ത് ഡോറാണെന്ന് ടോർച്ച് അടിച്ച് നോക്കാമെന്ന് കരുതി അവൻ ടോർച്ചുമായി ഡോറിന്റെ അടുത്തേക്ക് പോകും. ടോർച്ച് അടിച്ചുകൊണ്ട് അവൻ ടപ്പെന്ന് ഡോർ തുറക്കുമ്പോൾ പുറത്ത് മിഴിച്ചു നിൽക്കുന്ന ആന്റി.
ഇതെന്താടാ ഈ നേരത്തെ ഉറങ്ങാതെ ടോർച്ചുമായിട്ട് ഇവിടെ? ഒന്നുമില്ല, ഒരു സേഫ്റ്റിക്ക് വേണ്ടി ടോർച്ച് എടുത്തതാ എന്ന് ലൂക്കാസ് പറയും. അത് ശരി, നിനക്ക് വിശക്കുന്നുണ്ടോ? ഭക്ഷണം വല്ലതും വേണോന്ന് ആന്റി ചോദിക്കും. എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുപോവാ. തിരിച്ച് ആന്റി കിച്ചണിലേക്ക് പോകും. ആന്റി പോയ ഉടനെ അവൻ വീണ്ടും ആ മായ ലോകം കാണുന്നതിനായി കതക് തുറക്കും. പക്ഷെ അവിടെ ഒന്നുമില്ല, റൂമുകളും ബാൽക്കണിയുമാണ് കാണുന്നത്. ഇതെന്തൊരു മായം! അപ്പോൾ ഞാൻ കണ്ട ആ പറവകളും ചെടികളൊക്കെ എവിടെ? ഒരു നിമിഷം അവൻ ആലോചിക്കും. വീണ്ടും ടപ്പെന്ന് കതക് തുറക്കും. ഭക്ഷണമായി വന്നിരുന്ന ആന്റിയുടെ കയ്യിലെ പാത്രങ്ങളെല്ലാം കതക് തട്ടി താഴെ വീഴും. സാരമില്ല, വിഷമിക്കേണ്ട, ഞാൻ വേറെ എടുത്തിട്ട് വരാമെന്ന് ആന്റി പറയും. വേണ്ട വേണ്ട, എനിക്ക് ഉറക്കം വരുന്നെന്നും പറഞ്ഞ് അവൻ പോയി കിടക്കും. ആന്റിയും റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോകും. എന്താ അത്? ഞാൻ എൻ്റെ കണ്ണിൽ നേരിട്ട് കണ്ട കാഴ്ചയാണല്ലോ മായാലോകം. ഇപ്പോൾ അത് എവിടെ? ശരി, ഒന്നുകൂടി പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് അവൻ ഡാഡിയുടെ മടക്ക് കത്തിയെടുത്ത് ഡോറിൽ മുട്ടും. ഉടനെ അതിൽ നിന്നും നീല വെളിച്ചം വരാൻ തുടങ്ങി. തട്ടിയാൽ മാത്രമേ ഡോർ തുറന്ന് മായാലോകം കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് അവന് മനസ്സിലായി. ഇത്തവണ മായാലോകത്തിൽ കടക്കുമ്പോൾ അവന് ഒട്ടും ഭയം തോന്നിയില്ല. വർണ്ണ നിറങ്ങളിൽ പാറി പറക്കുന്ന പറവകളും പൂത്തു നിറഞ്ഞു നിൽക്കുന്ന ചെടികളെല്ലാം അവന് വലിയ ഇഷ്ടമായി. എല്ലാം നോക്കി നടക്കുമ്പോൾ നെറ്റിയിൽ പോലുള്ള ആ പക്ഷി അവനെയും കൂട്ടി എങ്ങോട്ടോ പോകും. ആ പക്ഷി ഒരു വയലറ്റ് കളറിലുള്ള കാടിനുള്ളിലേക്കാണ് അവനെയും കൂട്ടി പോകുന്നത്. അവൻ അതിൻ്റെ ഉള്ളിൽ കടക്കാൻ നേരിയ ഭയം. അതിൽ അവൻ തിരിച്ച് ഭൂമിയിലേക്ക് വരും. ഇത്തവണ മായാലോകം കണ്ടുപിടിച്ച സന്തോഷത്തോടെ അവൻ ഉറങ്ങും. പിറ്റേ ദിവസം അവൻ റൂമിൽ നിന്നും പുറത്തു വരുമ്പോൾ പഴയ പോലെ തന്നെ ഡൈനിങ് റൂമിൽ ധാരാളം പേർ ഭക്ഷണത്തിന് ഇരിപ്പുണ്ട്. ഇതാ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് ആന്റി അവനൊരു ബർഗർ കൊടുക്കും. ഇത് കഴിച്ചിട്ട് നീ വേണമെങ്കിൽ പുറത്തു പോയിക്കോ, ബോറടിക്കേണ്ടല്ലോ. ഇവൻ പുറത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ 3 കുട്ടികളെ കാണും. ഇതിലുള്ള പെൺകുട്ടി അവനോട് നിനക്ക് എങ്ങനെ ആക്സിഡന്റ് പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ മറ്റേത്, എന്താ നീ ന്യൂസ് പേപ്പർ കണ്ടില്ലേ, ഒരു ചെക്കനും അവൻ്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് ആയി അമ്മ കോമ സ്റ്റേജിലിരിക്കുന്നതെന്ന്? ചിലപ്പോൾ അവൻ്റെ അമ്മ ഇപ്പം മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഇത് കേട്ടപ്പോൾ ദേഷ്യവും സങ്കടമൊക്കെ സഹിക്കാനാവാതെ നമ്മുടെ ലൂക്കാസ് അവനെ പഞ്ഞിക്കിടാൻ പോകും. അപ്പോഴേക്കും മറ്റു കുട്ടികൾ അവനെ വന്ന് തടയും. ഇപ്പോൾ അതിൽ ആ തടിയനുണ്ടല്ലോ, അവൻ്റെ സ്കേറ്റിംഗ് ബോർഡ് എടുത്തിട്ട് വന്നിട്ട് ഇത് പൊട്ടിപ്പോയത് നീ കാലം കൊണ്ടാടാ, അന്ന് ഞാൻ താഴെ വീണില്ലേ, അപ്പോഴാണ് ഇത് പൊട്ടിപ്പോയത്. ഉടനെ ലൂക്കാസ് അത് വാങ്ങി തൻ്റെ മടക്ക് കത്തിക്കൊണ്ട് അത് ശരിയാക്കി കൊടുക്കും. ഇതോടെ അവരെല്ലാവരും സുഹൃത്തുക്കളാകും. തിരിച്ചവൻ വീണ്ടും ബംഗ്ലാവിലേക്ക് പോകും. അവിടെയുള്ള എല്ലാ ഡോറിനും ഈ മാജിക് ഉണ്ടോ എന്നറിയാൻ അവൻ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്ത് പോകുമ്പോൾ അടുത്ത മുറിയിൽ മനോഹരമായൊരു പെയിന്റിംഗ് കാണും. അതെന്താന്ന് വെച്ചാൽ കടൽക്കരയിലുള്ള ധാരാളം കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കോട്ടയാണ്. വീണ്ടും അവൻ ഡൈനിങ് റൂമിൽ പോയി ഡോർ തട്ടി നോക്കും. ശബ്ദം കേട്ട് ആന്റി വന്ന് എന്താണ് നീ കാണിക്കുന്നതെന്ന് ചോദിക്കും. ആന്റി അല്ലേ എന്തെങ്കിലും വേണമെങ്കിൽ ഡോറിൽ തട്ടിയാൽ മതി എന്ന് പറഞ്ഞത്? എടാ, അത് ഈ ഡോറല്ല, എൻ്റെ റൂമിൻ്റെ ഡോറാ. ശരി ശരി, ഓക്കെ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും തൻ്റെ റൂമിലേക്ക് പോകും. വന്ന ഉടനെ അവൻ ധാരാളം സ്നാക്സും ബിസ്ക്കറ്റ് എല്ലാം പാക്ക് ചെയ്യും. ഇപ്പം നമുക്ക് മനസ്സിലാക്കാം അവൻ ആ മായാലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാനാണ് പോകുന്നതിന്. ശരി, ഇനി എന്താ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. അവിടെ അവൻ നേരത്തെ വന്ന ആ പക്ഷി തേടും. പക്ഷെ അതിനെ കാണാനില്ല. ഇപ്പോൾ ആ വയലറ്റ് കാടിനുള്ളിലെല്ലാം തേടും, അവിടെയും ഇല്ല. അവൻ ധൈര്യത്തോടെ കാടും താണ്ടി വീണ്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ദൂരെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്ഥലം കാണും. അത് കണ്ടതും അവന് വലിയ ആശ്ചര്യം. എന്താണെന്ന് വെച്ചാൽ അവൻ ഇന്നലെ കണ്ട പെയിന്റിങ്ങില്ലേ, അതിലെ കോട്ടയും സിറ്റിയും കടലും ഒക്കെയാണ് ഈ സ്ഥലം. എന്നാൽ ആ കോട്ടയെ ചുറ്റി കാടാണ്. ആ കാടിന് ഒരു വഴി കണ്ടുപിടിച്ച് കോട്ടയെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. അടുത്തു ചെന്നും ഉപേക്ഷിക്കപ്പെട്ട ഒരു സിറ്റി പോലെയാണ്. അവിടെ വെറും വേസ്റ്റ് മാത്രമാണ്. മനുഷ്യന്റെ ഒരു ചെറിയ നിഴല് പോലും അവിടെയില്ല. ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ചു ദൂരം നടക്കുമ്പോൾ ഒരു ചെറിയ ടൈലർ ഷോപ്പ് കാണും. അവൻ നേരെ അങ്ങോട്ട് ചെല്ലും. സാധാരണ നമ്മുടെ ടെക്സ്റ്റൈൽസിൽ സാരി കെട്ടിവെച്ചിരിക്കുന്ന ഡമ്മി പോലെ ധാരാളം ഡമ്മികൾ ഇവിടെയുണ്ട്. അതെല്ലാം അവൻ ചുറ്റി നടന്നു നോക്കും. പെട്ടെന്നൊരു ശബ്ദം. അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കും. അതിലൊരു ഡമ്മി അതിൻ്റെ മുടിയെല്ലാം വീട്ടാർത്തി ഒരു ഭൂതത്തിനെ പോലെ അവന് തുറിച്ചു നോക്കും. അവൻ പേടിച്ച് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റെപ്പിൽ തട്ടി വീണ് തലയടിച്ച് അബോധാവസ്ഥയിലാകും. അപ്പോൾ സ്വപ്നം പോലെ അവൻ്റെ അമ്മ വന്ന് മോനെ എഴുന്നേൽക്ക്, ലൂക്കാസ് എഴുന്നേൽക്കെന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന പോലെ തോന്നും. ഉടനെ അവൻ കണ്ണു തുറക്കും. നോക്കുമ്പോൾ തൊട്ടു മുന്നിൽ ആ ഡമ്മി ഭൂതം. അതിൻ്റെ മുടി നൃത്താടുന്നുണ്ടായിരിക്കും. കറുത്ത് തള്ളി നിൽക്കുന്ന വലിയ കണ്ണുകൾ, മുഖമെല്ലാം വരണ്ട് കീറിയിരിക്കുന്നു. ആരടാ നീ, എന്തിനിവിടെ വന്നു എന്ന് ഭൂതം ദേഷ്യത്തോടെ ചോദിക്കും. ഞാനൊരു പാവമാണ്, ഒരു ബ്ലൂ ഡോറിൽ തട്ടിയപ്പോൾ അത് തുറന്നു, ഞാൻ വെറുതെ വന്നതാ, എന്നെ പോകാൻ അനുവദിക്കേ പ്ലീസ് എന്ന് അവൻ പറയും. ഇപ്പോൾ ഭൂതം അവനെ കടിക്കാനായിട്ട് കുനിയും. എന്നെ വിട് പ്ലീസ്, എൻ്റെ ആന്റി എന്നെ തേടും, എനിക്ക് പോയേ പറ്റൂ എന്ന് അവൻ പറയും. എന്ത്, നിന്നെ പോലെ ഇനിയും ആളുണ്ടോ എന്ന് ഭൂതം ചോദിക്കുമ്പോൾ അതെ,
കോടിക്കണക്കിന് ഭൂമിയിൽ എന്നെ പോലെ തന്നെ ആളുകളുണ്ടെന്ന് അവൻ പറയും. ഇത് കേട്ടതോടെ ഭൂതം ശാന്തനാകും. ലൂക്കാസ് അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോൾ അവന് വേദന കൊണ്ട് നടക്കാനാകില്ല. നിന്നെ കണ്ട് പേടിച്ച് വീണതിനാൽ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലെന്ന് അവൻ ഭൂതത്തിനോട് പറയും. ഉടനെ ഭൂതം അതിന്റെ വിരലിലെ വെള്ള നാര് കൊണ്ട് അവന്റെ മുട്ടിൽ തടവുമ്പോൾ എന്തോ ഒരു മാജിക് മാതിരി അവന്റെ കാല് ശരിയാകും. ഇനി നിന്റെ കൈ നീട്ടെന്ന് ഭൂതം പറയും. അവൻ പേടിച്ച് കൈ നീട്ടും. ഭൂതം ആ നാര് ചുറ്റി ഒരു റിങ് ഉണ്ടാക്കി അവന്റെ വിരലിലിട്ടിട്ട് നീ പോയെന്നെ മറക്കുമെന്ന് ചോദിക്കും. സത്യമായിട്ടും ഞാൻ നിങ്ങളെ മറക്കില്ലെന്ന് ലൂക്കാസും പറയും. അവൻ വേഗം അവിടെ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ അവനെ പിടിക്കാനായി ധാരാളം നാരുകൾ നീണ്ടു വരും. ഇത് ചിലന്തി വലകൾ പോലെയാണ് കാണുന്നത്. അവൻ ഓടി വന്ന് ആ കാട്ടിൽ കടക്കും. ഇപ്പോൾ അവനെ തേടി ആ പക്ഷിയും വരും. നീ എന്നെ രക്ഷിക്കാൻ വന്നതിന് ഞാൻ നിനക്കൊരു സാധനം തരാമെന്നും പറഞ്ഞ് അവൻ കുറച്ച് സ്നാക്സും ബിസ്ക്കറ്റ് എല്ലാം എടുത്ത് അതിന് കൊടുക്കും. എന്നാൽ അതൊന്നും തിന്നാതെ അവന്റെ കയ്യിൽ ഭൂതം കെട്ടിവെച്ച ആ നാരിന്റെ റിങ് കൊത്തിപ്പറിക്കും. ഇതോടെ എങ്ങനെയോ ആ പക്ഷിയെ വിരട്ടിയിട്ട് അവൻ രക്ഷപ്പെട്ട് റൂമിലെത്തും. റൂമിൽ വന്നതും അവന്റെ കാല് പഴയ പോലെ വേദന കാരണം വീണ്ടും അവൻ വാക്കിംഗ് സ്റ്റിക്ക് എടുത്ത് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ഭൂതം കൊടുത്ത റിങ് ടേബിളിൽ അഴിച്ചു വെച്ചിട്ട് അവൻ ആന്റിയുടെ അടുത്തേക്ക് പോകും. അതേസമയം അവൻ ഊരിവെച്ച ആ നാരുമോതിരുണ്ടല്ലോ ഒരു തൊങ്ങൽ പുഴുവായി മാറി അത് ടേബിളിൽ നിന്നും താഴേക്കിറങ്ങി 2ആയി 4ആയി 8ആയി അങ്ങനെ അത് അവന്റെ പുറകെ പോകും. നീ എവിടെയായിരുന്നു മോനെ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് ആന്റിക്കറിയും. തന്നോട് ആന്റിക്ക് സ്നേഹമുണ്ടെന്ന് അവന് മനസ്സിലായി. രണ്ടുപേരും ചേർന്നിന്ന് ഡിന്നർ കഴിച്ചിട്ട് ഉറങ്ങാൻ പോയി. പിറ്റേ ദിവസം ഉണർന്ന് അവൻ കിച്ചണിലേക്ക് പോകും. പക്ഷെ കിച്ചൺ ആകെ താറുമാറായി കിടക്കുന്നു. ആ തൊങ്ങൽ പുഴുക്കൾ അവിടെയെല്ലാം നിറഞ്ഞിരിക്കുന്നു. അവിടെ നിൽക്കുന്ന ആന്റിയുടെ കാലിൽ കൂടി ആ പുഴുക്കൾ കയറുന്നത് അവൻ കണ്ടു. ഉടനെ അവൻ ആന്റി എന്ന് വിളിക്കും. ആന്റി അവന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആന്റിയുടെ മുടി ആ ഭൂതത്തിന്റെ മുടി പോലെ നൃത്തമാടുന്നു. അവനോട് സംസാരിക്കുമ്പോൾ ഭൂതത്തിന്റെ ശബ്ദമായി തീരും. അവൻ പേടിച്ചിരുണ്ട് ചട്ടി പുറത്തേക്ക് വിടും. പക്ഷെ ബാലൻസ് ഇല്ലാതെ തട്ടി താഴെ വിടും. ഉടനെ അവിടെ ഇരുന്ന ആ 3 കുട്ടികൾ പെൺകുട്ടി ഓടി വന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എന്തു പറ്റിയടാന്ന് ചോദിക്കും. അപ്പോൾ അവൻ വീട്ടിലെ ആ നീല വെളിച്ചമുള്ള ഡോറിനെ പറ്റിയും അവന്റെ ആന്റി ഭൂതമായതിനെ പറ്റിയുള്ള സംഭവങ്ങളെല്ലാം പറയും. നിന്റെ കഥ കേൾക്കാൻ നല്ല രസമാണെന്നും പറഞ്ഞ് കുട്ടികൾ അവനെ കളിയാക്കും. ശരി, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ? വാ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവരെയും കൂട്ടി ബംഗ്ലാവിലേക്ക് പോകും. അവർ വീടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു നിൽക്കും. കാരണം വീട് മുഴുവൻ ചിലന്തി വല നിറഞ്ഞിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ട നാരെല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ ചിലന്തി വലയായി മാറി. ലൂക്കാസ് ആന്റി എവിടെയാണെന്ന് ചുറ്റും നോക്കും. അപ്പോൾ നമ്മുടെ തടിയന്റെ മുഖത്ത് തൂങ്ങിക്കിടക്കുന്ന ചിലന്തി വല ഒട്ടും. അത് തട്ടിക്കളഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് നോക്കുമ്പോൾ ആന്റി നൃത്തം വയ്ക്കുന്ന മുടിയോടെ സ്പൈഡർമാനെ പോലെ 4 കാലിൽ നടന്നു വരുന്നു. കുട്ടികളെ കണ്ട ഉടനെ ആന്റി ഭൂതം സന്തോഷത്തോടെ ആഹാ, നീ മിടുക്കൻ തന്നെടാ, ഇന്ന് ഫ്രണ്ട്സിനും കൊണ്ടാണല്ലോ വന്നേക്കണ്ട്, എനിക്കിന്ന് ഉഗ്രൻ ഡിന്നർ തന്നെ. ഇപ്പൊ അവർ പേടിച്ച് റൂമിൽ ഓടിപ്പോയി ഡോർ ലോക്ക് ചെയ്യും. മാത്രല്ല എന്ത് കാരണത്താലും ഭൂതം ഉള്ളിൽ കടക്കാതിരിക്കാൻ ടേബിളും ചെയറും അങ്ങനെ ധാരാളം സാധനങ്ങൾ എടുത്ത് ഡോറ് അവിടെ ടൈറ്റ് ആക്കി വെക്കും. ഇപ്പോൾ 3 കുട്ടികൾ സ്പെക്സ് വെച്ചവൻ പറയും, ഇതാ നോക്ക്, ഈ ജനാല തകർത്ത് നമുക്ക് പുറത്തേക്ക് ചാടി രക്ഷപ്പെടാം. അവൻ ജനാലയ്ക്ക് അടുത്ത് ചെല്ലുമ്പോൾ ചിലന്തി വല അവനെ മൂടും. അതേസമയം ഭൂതം ഉള്ളിൽ വരുന്നതിനായി പുറത്തു നിന്ന് കഥകൾ ശക്തിയായി തട്ടിക്കൊണ്ടിരിക്കും. ഉടനെ ലൂക്കാസ് കയ്യിൽ മടക്ക കത്തിക്കൊണ്ട് ചിലന്തി വല മാറ്റി ആ പയ്യനെ രക്ഷപ്പെടുത്തും. അവിടെ നിന്നും അവർ അടുത്ത ഒരു റൂമിൽ പോയി ഒളിക്കും. ഇന്നേരം ഭൂതം ആന്റി ഉള്ളിൽ വരും. എന്താടാ, ചുമ്മാ ഒരു തമാശക്ക് നിന്റെ വീട്ടിൽ വന്നപ്പോ ഞങ്ങൾക്ക് ഇത്ര വലിയ ആപത്താണല്ലോ സംഭവിച്ചതെന്ന് കണ്ണാടി വെച്ച് പയ്യൻ പറയും. ക്ഷമിക്കടാ, നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം കാണുന്നു ലൂക്കാസും പറയും. ആന്റി ആണെങ്കിലോ മുടിയെല്ലാം പറത്തി ചോര കുടിക്കുന്ന യക്ഷിയെ പോലെ അവർ തേടുകയാണ്. ആന്റി കല്ലി തുള്ളി നിൽക്കുകയാണ്. അത് കുറച്ച് അടങ്ങുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് രക്ഷപ്പെടാമെന്ന് ലൂക്കാസ് പറയും. കുറച്ചു സമയം കഴിഞ്ഞ് രക്ഷപ്പെടാൻ ഡോറ് തുറക്കുമ്പോൾ ആ ബംഗ്ലാവ് മുഴുവൻ ചലന്തി വല നിറഞ്ഞിരിക്കുന്നു. വഴി എവിടെയാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതേയില്ല. അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഭൂതം മാറ്റി 4 കാലിൽ അവരെ നോക്കി വേഗത്തിൽ വന്നുകൊണ്ടിരിക്കും. അത് കണ്ട് ലൂക്കാസ് ഭയന്ന് വീഴും. എന്നാൽ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഭൂതത്തിനെ അട്ടിച്ചു വീഴ്ത്തി. ഉടനെ ഈ 3 കുട്ടികൾ അവനെയും കൂട്ടി അവന്റെ അമ്മയുടെ റൂമിൽ ചെന്നിരുന്നു. ഇവിടെയും ആ ഭൂതം അവരെ പിന്തുടരും. അതിൽ നിന്നും ചലന്തി വല ധാരാളം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൂക്കാസിന് ഒരു ഐഡിയ തോന്നി. അവൻ ആ ബ്ലൂ ഡോറിൽ തട്ടുമ്പോൾ കതക് തുറക്കും. ഉടനെ ആ കുട്ടികളെയും കൂട്ടി അവൻ ആ മായാലോകത്തിലേക്ക് ചേക്കേറും. മായാലോകം കണ്ടതും കുട്ടികൾക്ക് വളരെ സന്തോഷമായി. ഇതിൽ നിന്നും വന്ന ഒരു ഭൂതമാണ് ഇപ്പോൾ എന്റെ ആന്റിയുടെ ശരീരത്തിലുള്ളതെന്ന് ലൂക്കാസ് പറയും. ഇത് കേട്ട് നമ്മുടെ തടയും. അയ്യോ, അങ്ങനെയെങ്കിൽ ഞാൻ വരില്ല, ഞാൻ പോകുക. ശരി, നീ അപ്പോൾ തിരിച്ചു പോയി ആന്റി ഭൂതത്തിന് ഭക്ഷണം അയക്കുമെന്ന് ലൂക്കാസ് പറയും. ഛേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ,
നിങ്ങൾ അപ്പോഴേക്കും സീരിയസ് ആക്കിയോ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ നടക്കും. ലൂക്കാസ് താൻ പോയ വഴിയിലൂടെ അവരെ കൂട്ടിക്കൊണ്ടുപോകും. ഇപ്പോൾ ആ വഴി മുഴുവനും ചലന്തി വല നിറഞ്ഞിട്ടുണ്ട്. അവൻ നേരത്തെ കണ്ട ആ പക്ഷിക്ക് പകരം ആയിരക്കണക്കിന് പക്ഷി കൂട്ടങ്ങളാണ് അവിടെ കാണുന്നത്. കാരണം ഈ ചലന്തി വലയാണല്ലോ അവയുടെ ഭക്ഷണം. ഇപ്പൊ ലൂക്കാസ് തന്റെ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് അതിന് കൊടുത്ത് അങ്ങനെ തന്നെ അതിന് പിടിച്ചു കൊണ്ടുപോകും. അവർ അങ്ങനെ നടന്ന് ടൈലർ ഷോപ്പിലേക്ക് കയറി. എന്നാൽ അത് മുഴുവനും ചലന്തി വലയാണ്. ഇപ്പൊ ലൂക്കാസ് ആ പെൺകുട്ടിയെ മാത്രം കൂട്ടി ഉള്ളിലേക്ക് പോകും. മറ്റു 2 പേർ പുറത്തു നിൽക്കും. അവിടെ ഡമ്മി ഭൂതം ഇവർക്കായിട്ട് കാത്തു നിൽക്കാണ്. അതിന്റെ മുടി നീണ്ട് ആ മുറി മുഴുവനും ചലന്തി വലയായി വ്യാപിച്ചിരിക്കുന്നു. ലൂക്കാസ് ദേഷ്യപ്പെട്ട്, നീ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് ഭൂതത്തിനോട് ചോദിക്കും. നീയല്ലേ പറഞ്ഞത് പുറത്ത് നിന്നെ പോലെ കോടിക്കണക്കിന് ആളുകളുണ്ടെന്ന്. എനിക്ക് നിന്റെ ആന്റിയെ വളരെ ഇഷ്ടപ്പെട്ടു, അതിനാലാണ് ഞാൻ അവളുടെ ശരീരത്തിൽ പ്രവേശിച്ചത് എന്ന് പറയും. നമ്മുടെ ലൂക്കാസ് ആരാ മോൻ? അവൻ ആ ഭൂതത്തെ വെറുതെ വിടും. ആ പക്ഷിയെ തുറന്നങ്ങ് വിടും. അത് പോയി ഭൂതത്തിന്റെ തലയിൽ ചലന്തി വല കൊത്തിപ്പറിക്കും. ദേഷ്യം സഹിക്കാനാകാതെ ഭൂതം അതിനെ കൈ വീശി അടിക്കും. അത് തെറിച്ച് ചുമരിലടിച്ചു വീഴും. ഇന്നേരം അടുത്ത പ്ലാനെ പറ്റി ആലോചിച്ചിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ മേൽ ഭൂതം ചിലന്തി വലയിടാൻ തുടങ്ങി. ഈ സമയം ഇവരെ തേടി പുറത്തു നിന്ന പയ്യന്മാരുണ്ടല്ലോ, ഉള്ളിലേക്ക് അടുത്ത് കിടന്ന 2 കോടാലിയും എടുത്ത് ചെല്ലും. ഇതിനിടയിൽ ഭൂതം ലൂക്കാസിനെയും പെൺകുട്ടിയും ചിലന്തി വലയെ ചുറ്റി മൂടി. എന്തിനു നീ ഞങ്ങൾ എങ്ങനെ ഉപദ്രവിക്കുന്നെന്ന് ലൂക്കാസ് ഭൂതത്തിനോട് ചോദിക്കും. അതോ, ഞാനിപ്പോൾ ഒരു കഥ പറയാം. നീ ഓർമ്മിക്കുന്നില്ലേ നിന്റെ ഡാഡിയെ പറ്റി ആന്റി പറഞ്ഞ കഥ? ആ ബോട്ടിൽ നിന്ന് ആളുകളെ കൊല്ലാൻ പ്ലാൻ ചെയ്തത് ഞാനാ. എന്നാൽ നിന്റെ ഡാഡി വന്ന് ഒരുത്തിനെ രക്ഷിച്ചു. അതിന് പ്രതികാരമായിട്ട് ഞാൻ നിന്റെ ഡാഡിയെ കൊന്നു. ഇപ്പൊ നിങ്ങൾ 2 പേരെയും ഞാൻ കൊല്ലാൻ പോവുകയാണ്. ഇത് കേട്ടിരുന്ന ലൂക്കാസിന് ശ്വാസം മുട്ടൽ വന്ന് തല ചുറ്റി തുടങ്ങി. ഇപ്പോൾ അവന് ഒരു മായ പോലെ എന്തോ ഒന്ന് തോന്നും. അതിൽ അവന്റെ അമ്മ ആ ഉപേക്ഷിക്കപ്പെട്ട സിറ്റിയിലേക്ക് ഓടി വരുന്നു. ആ സ്ഥലം അങ്ങനെ തന്നെ ഒരു ഹോസ്പിറ്റലായി മാറി. ഒരു ഗ്ലാസ് ഡോറിന്റെ പുറകിൽ നിന്ന് അമ്മ അവനെ ഉച്ചത്തിൽ വിളിക്കും. ഉള്ളിൽ ഐസിയിൽ ലൂക്കാസിനെ ചുറ്റി നിന്ന് കുറെ ഡോക്ടർമാർ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുക. അവന്റെ അമ്മ തട്ടി വിളിക്കുമ്പോൾ ആ ഗ്ലാസ് ഡോർ പൊട്ടി വീണ് അതുവഴി ധാരാളം പക്ഷികൾ ഐസിയിൽ പറന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ സീൻ യഥാർത്ഥത്തിൽ ടൈലർ ഷോപ്പിലാണ് നടക്കുന്നത്. എല്ലാ പക്ഷികളും ഒന്നായി ആ ഭൂതത്തിനെ അറ്റാക്ക് ചെയ്യും. ആ ചിലന്തി വല കൊണ്ട് കുട്ടികളെ ചുറ്റിയ വലയുണ്ടല്ലോ, അതെല്ലാം ഇവ തിന്നും. വാ ഓട് എന്ന് പറഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഓടി. ആ വയലറ്റ് കാടിനെയും താണ്ടി മായാലോകത്തിന്റെ കഥകിനടുത്തെത്തുമ്പോൾ ആ 3 കുട്ടികളും വർണ്ണ പകിട്ടേറിയ ധൂമ പടലങ്ങളായി പറന്നു പോകും. ലൂക്കാസ് മാത്രം റൂമിലേക്ക് വരും. അവിടെ അവന്റെ ആന്റി മൊട്ട തലയോടെ ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്പോൾ ഭൂതം അവളെയും വിട്ടുപോയി. കുറേ പക്ഷികൾ ആ റൂമിൽ പറക്കുന്നുണ്ട്. ആന്റി, നിങ്ങൾ ഓൾറൈറ്റ് ആയോ? അത് മാത്രം മതി എനിക്ക് എന്ന് ലൂക്കാസ് പറയും. അത് പറയുമ്പോൾ അവനും മറഞ്ഞു പോകും. ഇവിടെയാണ് ഈ കഥയിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഇരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആക്സിഡന്റിലെ അതിൽ യഥാർത്ഥത്തിൽ കോമ സ്റ്റേജിലായത് ലൂക്കാസ് ആണ്. അവന്റെ അമ്മ അടുത്തിരുന്ന് കഥ പറയുമ്പോൾ അത് അവൻ ഭാവനയിൽ കാണും. അതിലൊന്നാണ് നമ്മൾ കണ്ട ഈ കഥയും. അങ്ങനെ കഥ കേട്ട് അവൻ ജീവിതത്തിലോട്ടും തിരിച്ചു വരുന്നു. ഒരു ദിവസം അവൻ അമ്മയോട് പറയും, അമ്മേ, നിങ്ങൾ ഡാഡി ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട. ഡാഡി ജീവിതത്തെ ഭയന്നോടിയ ആളല്ല. അദ്ദേഹം ഒരാളെ രക്ഷിക്കാനായിട്ട് കടലിൽ പോയി മരിച്ചതാണ്. എന്താ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സാരമില്ല പോട്ടെ എന്നും പറഞ്ഞ് അമ്മ അവനെ ചേർത്ത് പിടിക്കും. അവൻ അടുത്ത റൂമിൽ പോയി നോക്കും. അവന്റെ കൂടെയുള്ള 3 കുട്ടികളും അവിടെ കോമ സ്റ്റേജിലുണ്ടാകും. എന്നാൽ അമ്മ 4 പേർക്കുമായിട്ടാണ് കഥ പറഞ്ഞത്. അവരും ഇവനെ പോലെ ജീവിതത്തിലോട്ട് മടങ്ങിയെത്തി. ഇത് കണ്ട ഡോക്ടേഴ്സിന് വളരെ ആശ്ചര്യമായിരിക്കും. എന്നാൽ ഈ കഥകൾ ആ 3 കുട്ടികളും ഓർമ്മിക്കില്ല. ലൂക്കാസിന് മാത്രമേ ഓർമ്മയുള്ളൂ. അവന്റെ അമ്മ അവനെയും കൂട്ടി ആ കടൽക്കരയിൽ കൊണ്ടുപോകും. അവിടെ ഒരു ബോട്ട് ഉണ്ടാവും. അവൻ അതിൽ കയറി നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ഒടിഞ്ഞ കത്തിയുടെ ഭാഗം കിട്ടും. അത് അവന്റെ ഡാഡി രക്ഷപ്പെടാൻ ഉപയോഗിച്ച മടക്ക കത്തിയുടെ ഭാഗമാണ്. ഇതോടെ നമ്മുടെ കഥ അവസാനിക്കുന്നു. ഇത് കൊച്ചു കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു കഥയായാലും ഇതിൽ ആ വിഷ്വൽസും കഥയും എല്ലാം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഞാനും എൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിക്ക് പ്ലീസ്, നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് ആളുകൾ കാണുകയും പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് ഇടുകയും ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം. എന്നാൽ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുവരെ എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. താങ്ക് യു. ബൈ.